റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് ആണ്. റോഷിയുടെ മുഖത്ത് ചെറിയ സന്തോഷമുണ്ട്, പക്ഷേ ആശാ വർക്കർമാരുടെ മുഖത്ത് അത്ര വലിയ സന്തോഷം കാണാനില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ സന്തോഷ ദിനത്തിൽ നിരാഹാരം ഇരിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് നമ്മുടെ ആശാ വർക്കർമാർ. 38ാമത്തെ ദിവസമാണ്. റോഷിയുടെ പിറകിൽ ആ ബാനർ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ നിരാഹാരം സമരം ആരംഭിച്ചോ? അത് എത്ര മണിക്കാണ് ഔദ്യോഗികമായി തുടങ്ങുക? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഈ സന്തോഷ ദിനത്തിൽ ഒട്ടും സന്തോഷമില്ലാതെയാണ് ആശാവർക്കർമാർ അവരുടെ സമരം കൂടുതൽ ശക്തമാക്കുന്നത്. ഇന്ന് സമരം 39ാം ദിവസമാണ്. അല്പസമയത്തിനകം 38 എന്നുള്ളത് മാറ്റും. സമരം 11 മണിക്കാണ് അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുക. 3 പേർ ഇന്ന് സമരം തുടങ്ങും. സമരം ശക്തമായി മുന്നോട്ട് പോകും. ഏതായാലും സമര സമിതി നേതാവ് കൂടിയ മിനി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്നു മുതൽ അനിശ്ചിതകാല സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് സമരം കടക്കുകയാണ്. ചർച്ചകൾ പൂർണ്ണമായും അടയുന്നു. പക്ഷേ ആരോഗ്യമന്ത്രി ദില്ലിയിലേക്ക് പോകുന്നുമുണ്ട്, കേന്ദ്ര ആരോഗ്യമന്ത്രി കാണാൻ. എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാനൊക്കെ സംസ്ഥാനം ആവശ്യപ്പെടുമെന്നാണ് സർക്കാർ അറിയിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ആരോഗ്യമന്ത്രി ദില്ലിയിൽ പോയിട്ട് എന്തെങ്കിലും ഉള്ളതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്നാലും ദില്ലിയിൽ പോയിരിക്കുന്നു. പോയി കേന്ദ്ര സർക്കാരുമായിട്ടൊക്കെ ചർച്ച ചെയ്യട്ടെ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽപ്പെടുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അത് ഇവിടെ ആലോചിച്ച് ചെയ്യേണ്ടുന്ന കാര്യമാണ്. അതിന് മറ്റ് കുറുക്ക് വഴികളൊന്നും ഉള്ളതായിട്ട് ഞങ്ങൾ തോന്നുന്നില്ല. ഇന്നലെ തന്നെ ചർച്ച നടത്തുമ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് ഞങ്ങളെ ഇങ്ങനെ തോക്കിൻ മുനയിൽ നിർത്തി നിങ്ങൾ കാര്യം സാധിക്കാൻ ശ്രമിക്കുകയാണെന്ന്. ഞങ്ങളൊരു തോക്കിൻ മുനയില്ല. ഞങ്ങളത് എത്രയോ മാസങ്ങളായി ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഇതൊരു പൊടുന്നനെ വന്നൊരു ആവശ്യമായിട്ട് ചിത്രീകരിക്കുന്നത് തെറ്റാണ്. തീർച്ചയായിട്ടും സർക്കാർ തന്നെയാണ് പരിഗണിക്കേണ്ടത്. അനിശ്ചിതകാല സമരം 11 മണിക്കാണോ തുടങ്ങുന്നത്? 3 പേർ ഈ സമരം തുടങ്ങി. അനിശ്ചിതകാല സമരം അത് നിരാഹാരമാണ്, സ്വയംപീഡന സമരമാണ്. സ്വാഭാവികമായും അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അത് വലിയ വെല്ലുവിളി കൂടിയാണല്ലോ. അതെ, വെല്ലുവിളി തന്നെയാണ്. കാരണം ഞങ്ങൾ ഇതുവരെയും അത്തരം ഒരു സമരത്തിലേക്ക് ഘട്ടത്തിലേക്ക് പോയില്ല. ഇനി അതല്ലാതെ വേറെ മുന്നിൽ ഓപ്ഷനില്ല. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് പോകുന്നു. കേരളത്തിൻ്റെ പൊതുസമൂഹം തീരുമാനിക്കട്ടെ ആളുകൾ എന്ത് ചെയ്യണം. പണിയെടുക്കുന്ന ആളുകൾ പട്ടിണി കിടക്കണോ വേണ്ടോ എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹം തീരുമാനിക്കട്ടെ. ഇതുവരെ ഒരു സമാധാനത്തോടെയുള്ള ഒരു സമരമായിരുന്നു. മറ്റ് രീതിയിൽ ഒരു സംഘർഷത്തിലേക്ക് പോയിട്ടില്ല. ഇനിയിപ്പോൾ ഈ അനിശ്ചിതകാല സമരമൊക്കെ കടമ്പോൾ സ്വാഭാവികമായ ഒരു ആശങ്ക പൊതുജനങ്ങൾക്ക് കൂടിയുണ്ട്. ഇത് സംഘർഷത്തിലേക്ക് സമരം നീങ്ങുമോ എന്ന്. ഞങ്ങളൊരിക്കലും ഒരു സംഘർഷത്തിനില്ല. അങ്ങനെയാണെങ്കിൽ ഈ 38 ദിവസത്തിൻ്റെ സഹനമൊന്നും ആവശ്യമില്ല. സാധാരണ നമ്മൾ സമരങ്ങൾ കാണാറുണ്ട്. മറിച്ച് ഞങ്ങൾ സമാധാനപരമായി തന്നെയാണ് സമരം ഇതുവരെ നടത്തിയത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ഈ നിരാഹാര സമരം നടത്തുമ്പോൾ സ്വാഭാവികമായി ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ മാറാൻ ഒന്നുകിൽ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കമൊക്കെ പോലീസ് നടത്തും. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ചെറുക്കുമോ? നോക്കാം, എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് നോക്കാം. തീർച്ചയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. പക്ഷേ അധികാരികൾ എന്ത് ചെയ്യുമ്പോഴാണ് അധികാരികൾക്ക് യാഥാർത്ഥ്യ ബോധം വരുന്നതെന്നാണ് ഞങ്ങൾക്ക് സംശയം. ഭരണകൂടം പലതും പറയും, അതവിടെ നിൽക്കട്ടെ. പക്ഷേ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ആവശ്യമാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിയമം നിർമ്മിക്കാനുള്ള സഭകളാണ് നമുക്കുള്ളത്. പിന്നെ അതെന്തിനാണത്? ഭരണകൂടത്തിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാനാണെങ്കിൽ പിന്നെ സർക്കാരിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ യാഥാർത്ഥ്യ ബോധത്തോട് ഈ അനിശ്ചിതകാല സമരം 3 പേർ ഇവിടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുമ്പോൾ മറ്റ് രീതിയിൽ അതിനെ പിന്തുണച്ചുകൊണ്ടുള്ള സമരങ്ങൾ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. മറ്റു രീതിയിൽ എല്ലാ അർത്ഥത്തിനും പിന്തുണച്ചുകൊണ്ടും അനുഭാവ സത്യാഗ്രഹങ്ങളും എല്ലാം ഉണ്ടാവും. അരുൺകുമാർ, ഈ സമരം ശക്തമായി തുടരുമെന്ന് സമരസമിതി നേതാവ് മിനി വ്യക്തമാക്കി കഴിഞ്ഞു. മാത്രവുമല്ല, ഇനി ഇത് ഒരു 3ാം ഘട്ടമാണ് സമരം. കാരണം ഇപ്പോൾ നേരത്തെ അരുൺകുമാർ പറഞ്ഞ ആ 38ാം ദിവസം 39ലേക്ക് മാറ്റുകയാണ്. കാരണം ഇന്നലെ ഉള്ള ആ ഒരു അതാണ് 38 ദിവസം, ഇന്ന് 39ആണ്. കാരണം ഇത്രയും ദിവസമായി ഇവർ സമരത്തിലാണ്. ഇവർ ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമായി തുടരും. ഏതായാലും 38 ദിവസം ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പല ഘട്ടങ്ങളിലായി എത്തിയവരാണ്. പലരും വന്ന് മടങ്ങി അങ്ങനെ വീണ്ടും സമരത്തിൽ പങ്കെടുക്കുന്നവരൊക്കെയുണ്ട്. ഏതായാലും സമരം ഇന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. താങ്ക് യു റോഷി. എന്തായാലും അവർ ഇന്നിപ്പോൾ 11 മണിയോടുകൂടി അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. 3 ആശാവർക്കർമാരാണ് ഇന്ന് അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങുന്നത്.